പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസാഗരത്തിന് നടുവിൽ പതിനായിരങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമായി ജനസമ്പർക്ക പരിപാടി പരാതി പരിഹാര കേന്ദ്രമായി. രാവിലെ 9 മണിയോടെ വേദിയിലെത്തിയ മുഖ്യമന്ത്രി ഹ്രസ്വമായ ഉദ്ഘാടന ചടങ്ങിനു ശേഷം ആവശ്യങ്ങളും ആവലാതികളുമായി കാത്തുനിന്ന ജനസമുദ്രത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. 40,400-ലധികം പരാതികളാണ് മുൻകൂട്ടി ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. പരാതിക്കാരും ഒപ്പമെത്തിയവരുമെല്ലാം ചേർന്നപ്പോൾ 25,000-ലേറെ പേർ ഇവിടെ എത്തിയിരുന്നതായി കണക്കാക്കാം. അതിരാവിലെ തന്നെ ജനങ്ങളെ കൊണ്ട് ജനസമ്പർക്ക കേന്ദ്രം നിറഞ്ഞു. രോഗികൾ, ആംബുലൻസിലെത്തിയവർ, ശയ്യാവലംബർ എന്നിവർക്കായിരുന്നു ആദ്യ പരിഗണന. തുടർന്ന് വികലാംഗരും രോഗികളുമായവർക്കിടയിലേക്ക് ശാരീരിക അവശതകൾ ബാധിച്ചവർക്കിടയിൽ മാത്രം 6 മണിക്കൂർ അദ്ദേഹം സേവനനിരതനായി. പരാതിക്കാരുടെ പ്രവാഹം അനിയന്ത്രിതമായതോടെ ജനത്തെ നിയന്ത്രിക്കാൻ പോലീസിനും വാളണ്ടിയർമാർക്കും നന്നേ പാടുപെടേണ്ടി വന്നു. പരാതിക്കാരുടെ ബഹളവും പ്രവാഹവും വർദ്ധിച്ചതോടെ മുഴുവൻ ആളുകളെയും കാണുകയും പരാതി സ്വീകരിക്കുകയും ചെയ്ത ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. ജനങ്ങൾ തിരക്കു കാട്ടിയതും ബഹളം കൂട്ടിയതും പലപ്പോഴും സ്ഥിതിഗതികൾ വഷളാക്കി. പരാതി നൽകാനെത്തിയവർക്കെല്ലാം ലഘുഭക്ഷണവും കുടിവെള്ളവും ഒരുക്കിയിരുന്നു. ഇതിനു പുറമെ വിവിധ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. NCC, റെഡ് ക്രോസ് എന്നീ സംഘടനകളുടെ സേവനവും ഇവിടെ പ്രശംസനീയമാണ്. വികലാംഗർക്കും രോഗികൾക്കും മുമ്പിൽ ആശ്വാസമായി അവർ നിലകൊണ്ടു. ആരോഗ്യവകുപ്പിന്റെ മെഡിക്കൽ സംഘവും ഇവിടെ സജീവമായിരുന്നു. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമായി ആശ്വാസത്തിന്റെ ആൾരൂപമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ നിറഞ്ഞുനിന്നു. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.